എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഡിന്നർ മെനു ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വാലന്റൈൻസ് ഡേയിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിന്നർ മെനു ആണ്. അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന നാടൻ ഭക്ഷണത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെനു ആണ്. ഇതിൽ ഞാൻ ഒരു പുഡിങ്, അതുപോലെ 2 മെയിൻ കോഴ്സും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കുമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതോടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ് നോക്കാം. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിരാമിസു ആണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. ടിരാമിസു എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനി ഒന്ന് തണുപ്പിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെയുള്ള ബിസ്ക്കറ്റ്സ് ആണ്, അല്ലെങ്കിൽ കുക്കീസ്. ഇത് ഇറ്റാലിയൻ ലേഡി ഫിംഗർ എന്നാണ് ഈ ഒരു കുക്കീന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ലേഡി ഫിംഗർ നമുക്ക് ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫിയിൽ മുക്കിയിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മളിത് മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുക. ഒരുപാട് നേരം മുക്കിയാൽ ഇത് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സൈഡും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുക്കുക. ഒരു ലെയർ നിരത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കേക്കിൻ്റെ അതേ ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നിങ്ങൾ പുതുതായിട്ട് ചെയ്യുകയാണെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ലെയർ ഒന്ന് ഫ്രോസ്റ്റിംഗ് നിരത്തി കൊടുക്കുക. വീണ്ടും നമ്മൾ ഈ ലേഡീസ് ഫിംഗർ കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രോസ്റ്റിംഗ് ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് നേരത്തെ ഉണ്ടാക്കിയ കേക്കിൻ്റെ പൊടിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാസ്തയാണ്. അപ്പോൾ ഒരു പാസ്ത പൈ ആണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത, ഇതൊരു കപ്പ് പാസ്തയാണുള്ളത്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പാസ്തയുടെ കവറിലുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. ഈ ഒരു പാസ്ത 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് വെന്ത് കിട്ടി. ഇതിപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പാപ്രിക്ക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇതൊരു ക്യാപ്സിക്കം ഉണങ്ങിയതാണ്, ചുവന്ന കളറിൽ. അപ്പോൾ ഇതിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിസ്സ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് കടയിൽ വാങ്ങാൻ കിട്ടുന്ന അത് ചേർത്ത് കൊടുത്താലും മതി. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടൈപ്പിലുള്ള ക്യാപ്സിക്കമാണ്. റെഡും യെല്ലോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ് അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാസ്തയുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻസിന് വെജിറ്റബിൾസ് മാത്രം ഇട്ടു, അതുപോലെ ചിക്കൻ ഒക്കെ ഇട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൻസ്ഡ് മീറ്റാണ് എടുത്തിട്ടുള്ളത്, ബീഫാണ്.
ചിക്കനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ആണെങ്കിൽ ചെറിയ പീസസ് ആക്കി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ തോർത്തി നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് ഓവനുള്ളവർക്ക് ഇങ്ങനെ ഒരു ട്രേയിൽ സെറ്റ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന പാനിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് പാസ്തയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൻസ്ഡ് മീറ്റിൻ്റെ കൂട്ട് നിരത്തുക. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് മാഷ്ഡ് പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉപ്പും കുരുമുളകും കുറച്ച് ബട്ടറും കൂടി ഇട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മാഷ്ഡ് പൊട്ടറ്റോ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കുകയാണ്. ഈ മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മീറ്റ് ബോൾസിൻ്റെ റെസിപ്പിയിൽ. അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്സ ചീസ് അല്ലെങ്കിൽ മോസറല്ല ചീസാണ് നിരത്തി കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓവൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 2 കോയിലും ഓണാക്കിയിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചീസൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്ക്ഡ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് മീറ്റ് ബോൾസും മാഷ്ഡ് പൊട്ടറ്റോയും പിന്നെ ഒരു ജാമുമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കണം. പിന്നെ ഈ മീറ്റ് ബോൾസിൻ്റെയും മാഷ്ഡ് പൊട്ടറ്റോയും കൂടെ സെർവ് ചെയ്യുന്നൊരു സ്പെഷ്യൽ ജാമാണ് ഇവിടെ. ലിങ്കൺ ബെറി ജാം എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തുകാർ ജാമിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു വെൽക്കം ഡ്രിങ്കാണ്. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറിയും ലെമണും മിൻറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞതാണിത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 5-6 നന്നായിട്ട് കഴുകിയ പുതിന ഇലയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 സ്ട്രോബെറി ഇതുപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുടിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണിത്. സ്ട്രോബെറിക്ക് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ടേബിളാണ് കാണിച്ചു തരുന്നത്. ചെറിയൊരു സാലഡും തയ്യാറാക്കിയിട്ടുണ്ട്, കുക്കുംബറും തക്കാളിയും. പിന്നെ ഡിന്നർ ആയത് കാരണം ഒരുപാട് നമ്മൾ കഴിക്കില്ല, അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് അടുത്ത ദിവസം യൂസ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആക്കി മുറിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ പൊട്ടറ്റോ ഇതിന് മുകളിലായിട്ട് ഇടണമെന്ന് ഉള്ളത് ഓപ്ഷണലാണ്. അത് ഞാനൊരു പൈ പോലെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. കോഫിയുടെ ഒക്കെ നല്ല ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് കാണിച്ചത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിന്നറിൻ്റെ മെനു ആണ്. എന്തായാലും നിങ്ങൾ ഈ വാലന്റൈൻസ് ഡേയിൽ ഡിന്നർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്.